എൻ്റെ മോൻ എന്നെ കുട്ടിക്ക് താങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. വേറെയൊന്നും എനിക്ക് പറയാം, എൻ്റെ കുട്ടിക്ക് ഇത് താങ്ങാൻ പറ്റില്ല. അതാണ് എൻ്റെ കുട്ടി ഇങ്ങനെ എൻ്റെ മുഖം ഓർമ്മ കുട്ടി ഇത് ചെയ്താഞ്ഞത്. എൻ്റെ കുട്ടിക്ക് ഇത് താങ്ങാൻ പറ്റില്ല. അത്രത്തെ ഒരു പേർക്ക് ഈ വയസ്സ് വരെ എൻ്റെ കുട്ടി ഒരു ചീത്തപ്പേര് എൻ്റെ കുട്ടി പറയിപ്പിച്ചിട്ടില്ല. അതെൻ്റെ കുട്ടിക്ക് താങ്ങാൻ പറ്റുണ്ടാവില്ല. ഇനി ഒരാൾക്കും ഇങ്ങനെ വരരുത്. ഒരമ്മമാരും ഇങ്ങനെ വേദനിക്കുക. ഈ കാരണം കൊണ്ട് ഒരു അമ്മമാരും വേദനിക്കാൻ പാടില്ല. രക്ഷിതാക്കൾക്ക് നഷ്ടമായത് അവരുടെ ഏക മകനെയാണ്. വലിയ നിരാശയിലാണ്, വലിയ സങ്കടത്തിലാണ് ഈ പ്രായമായ ഈ രണ്ട് രക്ഷിതാക്കൾ. അതുകൊണ്ട് തന്നെ അവരിതുമായി ബന്ധപ്പെട്ട് പറയുന്നത്, ഈ സംഭവത്തിന് ശേഷം ഈ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ പ്രചരിച്ച ശേഷം വലിയ അസ്വസ്ഥനായിരുന്നു ദീപക്. അതുപോലെ തന്നെ 2 ദിവസമായി ഭക്ഷണം പോലും കഴിക്കുന്നുണ്ടായിരുന്നില്ല. കൂടുതൽ സംസാരത്തിനോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കൂടുതൽ ഒതുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ തിരക്കിയെങ്കിലും പക്ഷേ കാര്യമായി പ്രതികരിക്കാനൊന്നും അവൻ ഉണ്ടാവുമായിരുന്നില്ല. പിന്നീടാണ് ഈ വിധത്തിൽ ഇന്നലെ പുലർച്ചെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കുടുംബവും അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കളുമൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത്, അവരുടെ പ്രതികരണങ്ങൾ വരുന്നത്. വളരെയേറെ സൗമ്യനായ ഇടപെടുന്ന, എല്ലാ ആളുകൾക്കും വളരെ ഇഷ്ടപ്പെടുന്ന, നല്ല രീതിയിൽ എല്ലാ അർത്ഥത്തിലും നല്ല രീതിയിൽ മാത്രം ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. മാത്രമല്ല ഇക്കാലകം അത്രയും ഒരു വിധത്തിലുമുള്ള ചീത്തപ്പേരും ദീപകിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഏറെ അഭിമാനത്തോടു കൂടി ജീവിക്കുന്ന ഒരു കുടുംബമാണ്. പക്ഷേ ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അതിനെ മാനസികമായി തരണം ചെയ്യാൻ ആ മോഹന് കഴിഞ്ഞില്ല. അതേ തുടർന്നാണ് ഇത്തരം സംഭവം ഉണ്ടായത് എന്ന് രക്ഷിതാക്കൾ പറയുന്നു. പല ആളുകൾക്കും പല വിധത്തിലാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ. ചില ആളുകൾക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോകാനും തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാനും കഴിയും. പക്ഷേ സമൂഹം ഒരു കുറ്റവാളിയെ പോലെ നോക്കി തുടങ്ങിയാൽ അതിന് ആ വിധത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയില്ല. പല ആളുകൾക്കും അതിന് കഴിയില്ല. അത്തരം ഒരു സാഹചര്യമാണ് ദീപകിന്റെ കാര്യത്തിൽ ഉണ്ടായത്. അതുകൊണ്ടാണ്